പരിശുദ്ധ റമദാൻ നമ്മോട് വിട പറയുകയാണ്. ഇനി 3-4 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ വർഷത്തെ ഈ അനുഗ്രഹീതമായ രാവും വളരെ അനുഗ്രഹം ലഭിച്ച മനസ്സുമൊക്കെ നമ്മിൽ നിന്ന് അകലുന്ന ഒരു അവസ്ഥ, അതിലേക്കാണ് നാം ഇനി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന ദിവസങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മൾ എപ്പോഴും ശ്രദ്ധയുള്ളവരാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്ക് എപ്പോഴും ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ റമദാൻ കടന്നുപോയിട്ട് അവൻ്റെ പാപങ്ങൾ അവന് പൊറുപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ മഹാ നഷ്ടക്കാരൻ തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ആ ഒരു നഷ്ടക്കാരുടെ ഗണത്തിൽ നമ്മൾ അകപ്പെടാതിരിക്കാൻ ബോധപൂർവം നമ്മൾ ശ്രമിക്കേണ്ടതാണ്. കാരണം ജീവിതമെന്നത് വളരെ നൈമിഷികമായി ഏതു സമയത്തും ഇവിടെ നിന്ന് നമ്മെ പിരിയുന്ന ഒന്നാണ് എന്ന ബോധ്യം എപ്പോഴും നമുക്കുണ്ടാകണം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു മയ്യത്ത് നമസ്കാരത്തിൽ രാത്രി പുലർച്ചെ അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കുകയും തൻ്റെ വീട്ടിലുള്ള മക്കളോടും ഭാര്യയോടുമൊക്കെ അത്താഴം കഴിക്കാൻ പുറത്ത് തട്ടി ഞാനൊന്ന് ബെഡ്റൂമിൽ പോകട്ടെ എന്ന് പറഞ്ഞതാണ്. ഭാര്യയോട് പറഞ്ഞു, നീ വരുമ്പോൾ കുറച്ച് വെള്ളം കൊണ്ടുവരണം, ഫ്ലാസ്കിൽ കുറച്ച് വെള്ളം കൊണ്ടുവരണം. അങ്ങനെ ബെഡ്റൂമിലേക്ക് പോയ മനുഷ്യൻ ഭാര്യ വെള്ളമെടുക്കാൻ അല്ലെങ്കിൽ വെള്ളവുമായി അവിടെ എത്തിയപ്പോൾ അവിടെ കിടക്കുന്ന രീതി കണ്ടപ്പോൾ, എന്താ നിങ്ങൾ ഇങ്ങനെ നേർക്ക് കിടക്കി എന്ന് ഭാര്യ പറഞ്ഞു. അങ്ങനെ നേർക്ക് കിടത്തിയത് വാസ്തവത്തിൽ അയാൾ മരിച്ചിരുന്നു. അത്രയും നമ്മളുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒന്നാണ് മരണം എന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തെ എപ്പോഴും സ്വാധീനിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. ഷട്ടിൽ കളിക്കുമ്പോൾ നിലത്ത് വീണ ഷട്ടിലെടുക്കാൻ കൈ ഏന്തിയപ്പോഴാണ് നമ്മുടെ ഒരു സഹോദരൻ വർഷങ്ങൾക്ക് മുമ്പ് നമ്മോട് വിട പറഞ്ഞു പോയത്. ഇങ്ങനെ ധാരാളം അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും എത്ര പെട്ടെന്ന് ഓർക്കാതെയാണ് മരണം കടന്നു വരുന്നത് എന്ന് നമ്മളെന്നും വായിക്കുകയാണ്. ഇത് ഒക്കെ മറ്റുള്ളവർക്ക് ബാധകമാണ്, നമുക്ക് ബാധകമല്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. എപ്പോഴും അങ്ങനെ തന്നെ അതിനെപ്പറ്റിയുള്ള ഓർമ്മ നമുക്കുണ്ടാകണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ, വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്, എവിടെയാണ് നമ്മൾ മരിക്കുക എന്നത് ഒരാത്മാവിനും അറിയില്ല. മരണം അള്ളാഹു വിധിച്ച സ്ഥലം എവിടെയാണോ അവിടേക്ക് നമ്മൾ നടന്നു പോകും എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. വിശുദ്ധ ഖുർആൻ ഖുൽ ലൗ കുൻതും ഫീ ബുയൂതികും ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ എത്ര കെട്ടി ഭദ്രമാക്കിയ വീടിനുള്ളിലായാലും മരണം അവിടേക്ക് കയറി വരും എന്ന് നമ്മെ ഉണർത്തുന്നുണ്ട്. നമുക്ക് ചുറ്റും നടക്കുന്ന പത്രവാർത്തകളിലൊക്കെ നമുക്ക് ഇത്തരം ഒരുപാട് പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മരണത്തിന് വേണ്ടി ടൂറ് പോവുകയും മരണത്തിന് വേണ്ടി ഒരുങ്ങിപ്പോവുകയും ചെയ്യുന്ന രീതിയിൽ പലരും അള്ളാഹു മരണം വിധിച്ച സ്ഥലത്തേക്ക് അവർ പോകാൻ പദ്ധതിയിട്ട് അങ്ങനെ അവിടേക്ക് അവർ പോവുകയാണ്. അവിടെ എത്തുന്നത് അള്ളാഹു അവിടെയാണ് അവർക്ക് മരണം വിധിച്ചത്, അവിടേക്ക് എത്തും. ഇങ്ങനെ ഈ അർത്ഥത്തിലാണ് മരണത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അത് ഏതു സന്ദർഭത്തിലും ഏത് രൂപേണയും ഏതു പ്രായത്തിലും അതോടുകൂടി കഴിഞ്ഞു. പിന്നെ ഒരു വീണ്ടും വിചാരത്തിനും അല്ലെങ്കിൽ ഇനി ഒരു ചാൻസും നമുക്കുണ്ടാകുന്നില്ല. അത് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നതാണ്. ഏതൊരു മനുഷ്യനും അള്ളാഹു നിശ്ചയിച്ച ആ സ്ഥലത്ത് ആ സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവന് അവിടെ നിന്നൊരു നിമിഷം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമില്ല. അപ്പോൾ നമുക്കൊക്കെ ഉള്ള സമയം അതേ ഉള്ളൂ, അത്രേ നമുക്കൊക്കെ സമയമുള്ളൂ. ആ സമയം
നമ്മൾ പരമാവധി വിനിയോഗിക്കുക. നമ്മൾ അള്ളാഹുവിനെ മറക്കാതെ അവനെ പറ്റി ഓർത്തുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യങ്ങളിലേക്ക് നടന്നു പോകേണ്ടതുണ്ട്. അള്ളാഹുവെ ഓർക്കുകയും അള്ളാഹുവെ ഇഷ്ടപ്പെടുകയും അവനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് വിശ്വാസികൾ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മളൊക്കെ വിശ്വസിക്കുകയും ഈ പ്രപഞ്ചം മുഴുവൻ പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹു, ആ അള്ളാഹുവിനെ ഒരു നോക്ക് കാണാനുള്ള അവസരം അള്ളാഹു വിശ്വാസികൾക്ക് ഒരുക്കിയിരിക്കുന്നു. സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ വിശ്വാസികൾ നേരിട്ട് കാണും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുകയുണ്ടായി, വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. വളരെ പ്രസന്നമായ ചില മുഖങ്ങൾ ഉണ്ടാകുമെന്ന്. അന്ന് ആ മുഖങ്ങൾ അള്ളാഹുവിലേക്ക് അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു, റസൂലേ, ഈ അള്ളാഹുവിനെ നമുക്കൊന്ന് കാണാൻ കഴിയോ? പ്രവാചകൻ മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുകയും അള്ളാഹുവോടത് തേടുകയും ചെയ്തു. പക്ഷേ ലൻ തറാനി, എന്നെ നിനക്ക് കാണാൻ സാധ്യമല്ല, ഭൂമിയിൽ വെച്ച് നമുക്ക് അള്ളാഹുവിനെ കാണാൻ സാധ്യമല്ല, മറിച്ച് പരലോകത്ത് വിശ്വാസികൾക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കും. എന്നാൽ വിശ്വാസികളല്ലാത്ത സംബന്ധിച്ചിടത്തോളം കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അവിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് അള്ളാഹുവിനെ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് കൊതിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. അള്ളാഹുവെ കാണുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ കൊതിക്കുന്ന ഒന്നാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവെ കാണാൻ ആഗ്രഹിക്കാത്ത ആളുകളാണ് യഥാർത്ഥത്തിൽ ഒരുപാട് പരലോകത്ത് നഷ്ടം ഭവിക്കുന്ന ആളുകൾ. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന വറദൂ ബിൽ ഹയാത്തി ദുനിയ വതുമഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ. നമ്മെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ, ദുനിയാവ് തന്നെ നമുക്ക് മതി എന്ന് അവർ വിശ്വസിക്കുന്നവരാണ്, അതിൽ അവർ സംതൃപ്തരുമാണ്. അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അവർ തികച്ചും അതിനെ അവഗണിക്കുന്നവരുമാണ്. അത്തരം ആളുകൾക്ക് ഉലൈക മഅ്വാഹുമുൻ നാറു ബിമാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ച് നേടിയെടുത്ത ആ നരകം തന്നെയാണ് അവർക്കുണ്ടാവുക. അതുപോലെ മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫനദറുല്ലദീന ലാ യർജൂന ലിഖാഅന ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. നമ്മെ കാണണം എന്ന് ആഗ്രഹിക്കാത്ത ആളുകൾക്ക് അവരുടെ മോശമായ ജീവിതത്തിൽ തന്നെ അവരങ്ങനെ കഴിഞ്ഞു പോകുന്ന അവസ്ഥ അവർക്കുണ്ടാകും. അവർ തോന്നിവാസികളായി തോന്നിയ രീതിയിൽ അവർ ജീവിക്കുന്നതിന് അള്ളാഹു പലപ്പോഴും അവർക്ക് അനുവാദം നൽകുമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഖദ് ഖസിറല്ലദീന കദ്ദബൂ ബിലിഖാഇല്ലാഹി ഹത്താ ഇദാ ജാഅതുഹുമുസ് സഅ, അള്ളാഹുവിനെ കാണണം, അള്ളാഹുമായി കണ്ടുമുട്ടേണ്ടി വരും എന്ന ബോധ്യമില്ലാത്ത ആളുകൾ, അവർക്ക് അവരുടെ മരണമെത്തുമ്പോൾ അവരെല്ലാവരും ഖേദിക്കുന്നവരായിരിക്കും. എല്ലാ മനുഷ്യരും അവരെത്ര വലിയ നിരീശ്വരവാദിയായാലും എക്സ് മുസ്ലിമായി ജീവിച്ചാലും അള്ളാഹുവിൻ്റെ അസ്തിത്വവും അള്ളാഹുവെ പറ്റിയും കളിയാക്കിയും ചോദ്യം ചെയ്തുകൊണ്ടുമൊക്കെ ഇരിക്കുന്നവരാണെങ്കിലും അവരൊക്കെ മരണത്തിന് അഭിമുഖമായി നിൽക്കുമ്പോൾ, മരണം അവരിലേക്ക് ചെന്നെത്തുമ്പോൾ അവരൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനെ പറ്റിയുള്ള ബോധ്യം അവർക്കുണ്ടാവുകയും ചെയ്യും. അവർ പറയും, ഖാലൂ യാ ഹസ്രതനാ അലാ മാ ഫറത്നാ ഫീഹാ വഹും യഹ്മിലൂന ഔസാറഹും. ഞങ്ങൾ ഒരുപാട് വീഴ്ച പറ്റിപ്പോയി എന്ന് ആ സന്ദർഭത്തിൽ അവർ പറയും. പക്ഷേ ആ സന്ദർഭത്തിൽ അവർക്ക് വീഴ്ച തിരുത്താനുള്ള അവസരം ഉണ്ടാവുകയില്ല. ലോകം കണ്ട ഏറ്റവും ധിക്കാരികളായ ഭരണാധികാരികളിൽപ്പെട്ട ഒരാളായിരുന്നു ഫിർഔൻ. അദ്ദേഹം പോലും മുങ്ങിച്ചാകാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ ആമൻതു ബി റബ്ബി മൂസ വ ഹാറൂൻ, ഹാറൂന്റെയും മൂസയുടെയും ഒക്കെ ദൈവത്തിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു, റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുകയും വിശുദ്ധ ഖുർആൻ അതിന് മറുപടിയായിക്കൊണ്ട് അദ്ദേഹത്തോട് പറയപ്പെട്ടു, അൽ ആൻ, ഇപ്പോഴാണോ? അപ്പോൾ ഒരു സമയമുണ്ട്. ആ സമയത്തിൻ്റെ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജീവൻ തൊണ്ടക്കുഴിയിൽ എത്തുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ചെയ്തികളിൽ നിന്നും നിങ്ങൾക്ക് പശ്ചാത്തപിച്ച് മടങ്ങാവുന്നതാണ്. പശ്ചാത്താപം അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവനാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, എൻ്റെ അടിമകൾ
നിങ്ങൾ ഒരിക്കലും നിരാശരായി പോകരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ കാഫിറൂൻ. അവിശ്വാസികളല്ലാതെ മറ്റാരും അള്ളാഹുവിൻ്റെ വിശാലതയിൽ നിന്ന് അള്ളാഹു നമുക്ക് വിട്ടുതരും എന്ന വിഷയത്തിൽ പ്രതീക്ഷയില്ലാത്തവരായി മാറില്ല. ഏത് പാപിക്കും വലിയ പ്രതീക്ഷയാണ് അള്ളാഹു നൽകുന്നത്. അവൻ ഏതു സന്ദർഭത്തിലും അവൻ്റെ ജീവൻ തൊണ്ടക്കുഴിയിൽ എത്തുന്നതിൻ്റെ തൊട്ടു മുമ്പ് വരെ അവന് മടങ്ങാനുള്ള അവസരവും അവന് ബോധ്യമുണ്ടെങ്കിൽ അവന് തിരിച്ചു വരാനുള്ള അതിനുള്ള സന്ദർഭവും അള്ളാഹു ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. വിശ്വാസികളെ, നിങ്ങൾ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുക. അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും. ആ ഖേദം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അള്ളാഹു അവൻ്റെ ഫദ്ല് കൊണ്ട്, അവൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ പാപങ്ങളൊക്കെ അവൻ പൊറുക്കുകയും വയുദ്ഖിലക്കും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, നിങ്ങളെ അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് യൗമ ലാ യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനൂ മഅ, പ്രവാചകനെയും അവൻ്റെ കൂടെയുള്ള വിശ്വാസികളെയും അള്ളാഹു ഒരിക്കലും നിന്ദിക്കാത്ത ആ ദിവസത്തിൽ അവൻ നിങ്ങൾക്ക് തുണയായുണ്ടാകും. നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം, അവരുടെ മുൻഭാഗത്തുകൂടെയും വലഭാഗത്തുകൂടെയും എല്ലാം അവർക്ക് പ്രകാശം കൊണ്ട് വലയം ചെയ്യപ്പെട്ടവരായിക്കൊണ്ട് അവർ പരലോകത്തേക്ക് കടന്നു വരും. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ റസൂലിൻ്റെ ഉമ്മത്തായിക്കൊണ്ട് റസൂലിൻ്റെ അനുഗമിച്ചുകൊണ്ട് പ്രകാശം വലയപ്പെട്ട വിശ്വാസികളായിക്കൊണ്ട് അവർക്ക് കടന്നു വരാൻ സാധിക്കും. യഖൂലൂന റബ്ബന അത്മിം ലനാ നൂറന, ഈ പ്രകാശം ഇനിയും ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തരേണമേ എന്നവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അങ്ങനെ പ്രകാശപൂരിതമായ വളരെ സന്തോഷപൂരിതമായ ഒരു ലോകം, അതാണ് വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വാഗ്ദാനം ചെയ്യുന്ന ലോകം. അതാണ് ഏറ്റവും കാരുണ്യത്തിൻ്റെയും അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലുള്ള കാരുണ്യത്തിൻ്റെ കടലിൽ ഒരു വിശ്വാസിക്ക് നീന്തിത്തുടിച്ച് ജീവിക്കാൻ സാധിക്കുന്ന ഒരു മഹാലോകം, ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഒരു ലോകം. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വൗസിലിഫത്തിൽ ജന്നത്തുലിൽ മുത്തഖീന ഗൈറ ബഈദ്, വളരെ അകലെയല്ലാത്ത രീതിയിൽ വിശ്വാസികൾക്ക് വേണ്ടി സ്വർഗമിതാ പ്രത്യക്ഷപ്പെടുന്നു. ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്, ഖേദിച്ചു മടങ്ങുന്ന അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിച്ച എല്ലാവർക്കു വേണ്ടിയും ഈ സ്വർഗം ഇതാ തുറക്കപ്പെടുകയാണ്. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബി വജഅ ബിഖൽബിൻ മുനീബ്, ഖേദമുള്ള മനസ്സും അദൃശ്യത്തിൽ അതല്ലെങ്കിൽ അസാന്നിധ്യത്തിൽ അള്ളാഹുവെ ഭയപ്പെടുകയും ചെയ്ത എല്ലാ ആളുകൾക്കും ഈ സ്വർഗം വിശാലമായി തുറക്കപ്പെടുന്നു. അസാന്നിധ്യത്തിൽ അള്ളാഹുവെ ഭയപ്പെടുക എന്നതാണ് വിശ്വാസത്തിൻ്റെ കരുത്ത്. നമ്മൾ നല്ല വിശ്വാസികളും നമ്മളെ ശ്രദ്ധിക്കുന്ന ആളുകളും ഉണ്ടാകുമ്പോൾ വിശ്വാസവും വിശ്വാസത്തിൻ്റെ അടയാളങ്ങളും നിലനിർത്തുന്നതിന് പകരം നാം മറ്റാരുമില്ലാത്ത, മറ്റാരും കാണാത്ത, മറ്റാരിൽ നിന്നും നമുക്കൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത ഒറ്റക്കായി നിൽക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ അളവുകോലായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മൻ യഖ്ഷ റഹ്മാന ബിൽ ഗൈബ്, അസാന്നിധ്യത്തിൽ അള്ളാഹുവെ ഭയപ്പെടുക. നോമ്പിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും വലിയൊരു ചൈതന്യം അതാണ്. അസാന്നിധ്യത്തിലൂടെ അള്ളാഹുവെ ഭയപ്പെടാനുള്ള കഴിവ് നമ്മൾ നേടിയെടുക്കണം. ആ കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പിലൂടെ നമ്മെ പരീക്ഷിച്ച് നമുക്ക് നൽകിയതാണ്. ആരുമില്ലെങ്കിലും ആരും കാണുന്നില്ലെങ്കിലും റൂമിൽ ഒറ്റക്കാണ്, വാതിലടച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ എന്ന് ഒരു നോമ്പുകാരനും വിചാരിക്കുന്നില്ല. അവനറിയാം, എന്നെ കാണുന്ന മക്കളില്ല, ഭാര്യയില്ല, മറ്റാരുമില്ല, ഒരു മനുഷ്യനും എന്നെ കാണുന്നില്ലെങ്കിലും എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റൂല, എനിക്ക് വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിഞ്ഞു പോകും എന്ന ബോധ്യമുണ്ടല്ലോ, അവൻ്റെ മനസ്സിലുള്ള ബോധ്യം. അതാണ് അസാന്നിധ്യത്തിൽ, ആരുമില്ലാത്ത സന്ദർഭത്തിൽ അവന് അള്ളാഹുവെ പറ്റിയുള്ള ബോധ്യം. അത് നമ്മുടെയൊക്കെ മനസ്സിൽ, നോമ്പനുഷ്ഠിക്കുന്നവൻ്റെയൊക്കെ, ആത്മാർത്ഥമായി നോമ്പനുഷ്ഠിക്കുന്നവൻ്റെയൊക്കെ മനസ്സിൽ അതിൻ്റെ ആ തിരി അവിടെയുണ്ട്. അത് നിങ്ങൾ ജീവിതത്തിലേക്ക് മുഴുവൻ പ്രസരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലെത്തുമ്പോഴും നോമ്പ് കാലത്ത് എങ്ങനെ നമ്മൾ നോമ്പ് മുറിക്കാതെ
ഏത് സ്വകാര്യ സന്ദർഭങ്ങളിലും നോമ്പ് മുറിക്കാതെ നിന്നുവോ അതുപോലെ സ്വകാര്യ ജീവിതത്തിൽ നമുക്ക് ഏത് സന്ദർഭത്തിലാണെങ്കിലും അള്ളാഹുവെ ഭയപ്പെട്ടുകൊണ്ട് അവനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ഒരു പരിശീലനവും അതിനുള്ള ഒരു അവസരവുമാണ് പരിശുദ്ധ റമദാൻ. റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും നമ്മുടെ മറ്റ് ഇടപാടുകളിലുമൊക്കെ നോമ്പുകാരൻ നോമ്പ് മുറിക്കാതിരിക്കുമ്പോഴുണ്ടാകുന്ന ആ വിശ്വാസത്തിന്റെ ചൈതന്യം നമുക്ക് നിലനിർത്തി പോകാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ നോമ്പ് നമുക്ക് ഫലപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും സ്വർഗ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ അടക്കപ്പെടുകയും പിശാച് ചങ്ങലക്കിടപ്പെടുകയും ചെയ്യുന്ന രീതിയിൽ എന്നൊക്കെ റസൂലുള്ള പറഞ്ഞ ആ രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയും ആ രീതിയിലുള്ള ഒരു അന്തരീക്ഷവും അള്ളാഹു നമുക്ക് ഈ റമദാൻ മാസത്തിൽ പ്രത്യേകമായി ഒരുക്കിത്തന്ന് ഈ റമദാൻ കഴിയുമ്പോൾ ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറി നമ്മൾ സ്വന്തമായി നമ്മുടെ തന്നെ കാവലിൽ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹുവെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടും നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ വമൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി, അസാന്നിധ്യത്തിൽ അല്ലാഹുവേ റഹ്മാനായ തമ്പുരാനെ അസാന്നിധ്യത്തിൽ ഭയപ്പെടാൻ സാധിക്കുകയും വജാഅ ബിഖൽബിൻ മുനീബ്, വളരെ വളരെയധികം പശ്ചാത്താപത്തിന്റെ മനസ്സുമായി വരികയും ചെയ്ത ആളുകൾക്ക് ലഹും ഫീഹാ മാ യശാഊന, അവർ എന്താണോ ഉദ്ദേശിക്കുന്നത് ലഭിക്കുന്ന ഒരു ലോകം. സ്വർഗം എന്നതിനെ പറ്റി നമുക്ക് വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ, അതിനൊരറ്റമില്ല. മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വമാ ഖതറ ബിബാലിഹി, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സിന്റെ ഭാവനയിലും കടന്നു വന്നിട്ടില്ലാത്ത ഒരു ലോകം. അത് ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്ന് ഈ ലോകത്ത് നിന്ന് നമുക്കൊരിക്കലും വിഭാവന ചെയ്യാൻ സാധിക്കാത്തൊരു ലോകം. പല കാര്യങ്ങളും സ്വർഗലോകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതല്ലെങ്കിൽ നരകലോകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊക്കെ എങ്ങനെ എന്ന് നമുക്ക് തോന്നുമെങ്കിലും അതൊക്കെ അള്ളാഹു നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ദുനിയാവിൽ നിന്ന് നിങ്ങളത് എങ്ങനെ ചിന്തിച്ചാലും എങ്ങനെ നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചാലും അതെങ്ങനെ എന്ന് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അതാണ് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ലോകത്ത് ജീവിച്ച് മരിച്ചു പോകുന്ന ഒരു കണ്ണും സ്വർഗത്തിലെ ഒന്നും കണ്ടിട്ടില്ല, കാതുകളിൽ കേട്ടിട്ടില്ല. പക്ഷേ സമാനമായ കുറേ കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സ്വർഗത്തിന്റെ വിഭവങ്ങളെ സംബന്ധിച്ചും മറ്റു പലതും പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങൾ ഈ വിഭാവന ചെയ്യുന്നതിനപ്പുറമുള്ള മറ്റൊന്നായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ ലഭിക്കുന്നു എന്നത് മാത്രമല്ല, ഖാലിദീന, അത് അനശ്വരമായ ഒരു ജീവിതമാണ്. പിന്നെ മരണമില്ലാത്ത ജീവിതം. അതാണ് സ്വർഗത്തെപ്പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ നരകത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ തട്ടി ഉണർത്തേണ്ട ഈ ബോധമാണ് അനശ്വരമായൊരു ജീവിതം, മരണമില്ലാത്ത ജീവിതം, കാലാകാലമുള്ളൊരു ജീവിതം. എന്നാണിത് അവസാനിക്കുക എന്നറിയാത്ത രീതിയിൽ ഒരു അവസ്ഥ നമ്മെ സംബന്ധിച്ച് വന്നാൽ അത് ദുരിതമാണെങ്കിൽ അതിൻ്റെ കഷ്ടപ്പാടും ദുരിതവും വേദനയും എത്രമാത്രം ഭീകരമായിരിക്കും. എന്നാൽ ആ അവസ്ഥ നരകലോകത്തെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും പീഡനങ്ങളുടെയും ശിക്ഷയുടെയും ചൂടിൻ്റെയും കാനലിൻ്റെയും എല്ലാവിധ എങ്ങനെയൊക്കെ നമുക്കൊരു മനുഷ്യന്റെ ജീവിതത്തെ ഏതെല്ലാം രീതിയിൽ ഭീകരമായ രീതിയിൽ നമുക്ക് വിഭാവന ചെയ്യാൻ കഴിയുമോ അതിനേക്കാൾ അതിനപ്പുറത്തുള്ള ഒരു ലോകമാണത്. അതൊരു ലോകമാണ്. ആ ഒരു ലോകത്തെ പറ്റിയാണ് നരകലോകം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നത്, ഈ ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും മനുഷ്യരോട് മുഴുവൻ പറഞ്ഞത് നിങ്ങൾ ഏത് അർത്ഥത്തിലും ആ ലോകത്തേക്ക് നിങ്ങൾ എത്തരുത്, നരകമെന്ന ലോകത്തേക്ക് നിങ്ങൾ എത്തരുത്. അത് നിങ്ങൾ വിചാരിക്കും പോലെയല്ല, അത് നിങ്ങൾ ഭാവനയിൽ കാണുന്നത് പോലെയല്ല, നിങ്ങൾക്കൊരിക്കലും അതൊന്നും നിങ്ങൾക്ക് സഹിക്കാൻ സാധ്യമല്ലാത്ത ഒന്നാണ്.
ആ സന്ദർഭത്തിൽ അവസാനമായി നരകവാസികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവരാഗ്രഹിച്ചു പോകും, ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. അവര് നരകത്തെ മലായിക്കത്തുകളോടൊന്ന് ഞങ്ങളെ ഒന്ന് കൊന്നു തരൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മരണമില്ല എന്ന മറുപടിയാണ് ലഭിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗം എടുത്തു നോക്കിയാൽ കാരുണ്യത്തിന്റെ ലാഞ്ചന പോലുമില്ലാത്ത അതിൻ്റെ ലാഞ്ചന പോലും കാണാത്ത ഒരു ലോകം നരകലോകവും. എന്നാൽ എല്ലാവിധ അനുഗ്രഹങ്ങളുടെയും എല്ലാവിധ കാരുണ്യത്തിൻ്റെയും ആഗ്രഹിക്കുന്നത് മുഴുവൻ തൻ്റെ കൺമുമ്പിൽ എത്തുന്ന എന്തൊക്കെ നമ്മൾ വിഭാവന ചെയ്യുന്നോ, സുഖമായും സൗഖ്യമായും സന്തോഷമായും സമാധാനമായും എന്തൊക്കെ നമ്മുടെ മനസ്സിലേക്ക് അലതല്ലി വരുന്നുണ്ടോ അതൊക്കെ സ്വായത്തമാക്കാൻ കഴിയുന്ന ഒരു വലിയ മഹാലോകം, അതാണ് സ്വർഗലോകം എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അത് അനശ്വരമാണ്, അതിന് അന്ത്യമില്ല. ആ ഒരു അന്ത്യമില്ല എന്നതാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയതയായി നമ്മൾ മനസ്സിലാക്കേണ്ടതും നരകത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അന്ത്യമില്ല. ഖാലിദീന ഫീഹ എന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതൊക്കെ കെട്ടുകഥകളാണെന്ന് വിചാരിക്കരുത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, അലാ റബ്ബിക വഅദൻ മസ്ഊല, ഇത് ഉത്തരവാദിത്തത്തോടു കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരു വാഗ്ദാനമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വർഗലോകം നിങ്ങൾക്ക് അവിടെ ഉണ്ട്. ആ സ്വർഗലോകം നേടാൻ നിങ്ങൾ കൂടുതൽ വളരെ കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച് കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ തിന്നാനുള്ളതൊക്കെ അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. ഭൗതികമായി മനുഷ്യന് ആവശ്യമുള്ള ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അതിലൊന്നും വിശുദ്ധ ഖുർആനോ പരിശുദ്ധ ഇസ്ലാമോ വലിയ വലിയ നിബന്ധനകളൊന്നും വെച്ചിട്ടില്ല. നിങ്ങൾ കുടിക്കുന്ന പാനീയങ്ങൾ നിങ്ങൾ കുടിച്ചോളൂ, ഹലാലായതൊക്കെ നിങ്ങൾ കുടിച്ചോളൂ, പക്ഷേ നിങ്ങൾ മദ്യപിക്കരുത്, ഒരേ ഒരു പാനീയം നിങ്ങൾ കഴിക്കരുത് എന്ന് പറയുമ്പോൾ ആ പാനീയം തന്നെ ഞാൻ കഴിക്കും എന്ന് വിചാരിക്കുന്ന ഒരാളുടെ മനസ്സിനെ നമ്മൾ എങ്ങനെ കാണണം? ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് വ്യത്യസ്തമായ പല രുചിയിലുള്ള എല്ലാ അർത്ഥത്തിലും നമ്മുടെ ശരീരത്തിന് ഗുണവും അതുപോലെ തന്നെ മനസ്സിനും നാവിനുമെല്ലാം രുചിയുമേകുന്ന എത്രയെത്ര പാനീയങ്ങൾ നമ്മുടെ മുമ്പിൽ അത് നിരനിരയായി കിടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് തിന്നാം, അതൊക്കെ നമുക്ക് കുടിക്കാം, പക്ഷെ ഒന്ന് നിങ്ങൾ കുടിക്കരുത് എന്ന് പറയുമ്പോൾ അത് തന്നെ കുടിക്കണം എന്ന് വാശി പിടിക്കുന്ന, അത് തന്നെ കുടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അയാളെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ആകെ എന്താണ് വിരോധിക്കപ്പെട്ടിട്ടുള്ളത്? ശരീരത്തിന് പറ്റാത്ത ചില കാര്യങ്ങൾ മാത്രം. മറ്റുള്ളതിൽ പന്നിയിറച്ചിയും അതുപോലെ തന്നെ ശവവും, അങ്ങനെ 3-4 സംഗതികൾ മാത്രം വിരോധിച്ചു. ബാക്കിയൊക്കെ നിങ്ങളുടെ അഭിരുചി പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നിങ്ങൾ ഹലാലായ രീതിയിൽ നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബൻ, ഭൂമിയിലുള്ളത് മുഴുവൻ ഹലാലായതും നല്ലതും നിങ്ങൾ തിന്നേക്കുക, ഒരു വിരോധവുമില്ല. നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ അതിന് ചെറിയ ചെറിയ നിബന്ധനകളെ വെച്ചുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ചെയ്യാം. ഇങ്ങനെ എല്ലാ അർത്ഥത്തിൽ നോക്കിയാലും നമുക്കൊരുപാട് സ്വാതന്ത്ര്യങ്ങൾ നൽകി നമ്മൾ അള്ളാഹുവെ മറക്കാതെ ജീവിക്കാനും ഏതാനും വളരെ ആരാധനാകർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ഉണർത്തുകയും അതിന് പകരമായി നൽകുന്ന സ്വർഗമാകട്ടെ അവൻ ഏറ്റവും വലിയൊരു ലോകം, ഒരിക്കലും മനുഷ്യൻ ഭാവനയിൽ പോലുമില്ലാത്ത ഒരു ലോകം മുഴുവൻ, അർളുഹ സമാവാതു വൽ അർദ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആകാശഭൂമികൾ പോലെ വിശാലമായൊരു ലോകം നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. അങ്ങനെ നിങ്ങൾ ജീവിച്ചോളൂ, നിങ്ങൾ സന്തോഷവാന്മാരായി കാലാകാലവും ജീവിച്ചു കൊള്ളുക എന്ന് പറയുന്ന ഒരു സ്വർഗലോകത്തേക്കാണ് അള്ളാഹു നമ്മെ വിളിക്കുന്നത്. അല്ലാഹു യദൂഹും ഇലാ ദാരിസ്സലാം, എല്ലാ അർത്ഥത്തിലുമുള്ള സമാധാനത്തിന്റെ ഒരു ലോകം, സ്വർഗലോകത്തേക്ക് അവൻ വിളിക്കുന്നു. അതുകൊണ്ട് ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടി വരിക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമ്മുടെ എല്ലാ വേണ്ടായ്മകളും വിട്ടുമാറ്റിക്കൊണ്ട് അതിൽ നിന്നൊക്കെ അകന്നുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് വരിക, അള്ളാഹുവിൻ്റെ കൽപ്പനകളിലേക്ക് വരിക. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതിലാണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. മൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ സക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുദ്ലമൂന നഖീറ.
ആണാകട്ടെ പെണ്ണാകട്ടെ, വിശ്വാസികളായ ആണാകട്ടെ പെണ്ണാകട്ടെ, അവരെല്ലാവരും സ്വർഗപ്രവേശനത്തിന് അർഹരാണ്. അവരൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. വലാ യുളമൂന നഖീറ, ഒരു തരിമ്പ് അതിക്രമം അവരോട് ചെയ്യുകയില്ല. ജന്നാത്തിൻ യദ്ഖുലൂനഹാ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ലഹും ഫീഹാ മാ യശാഊന കദാലിക യജ്സീ ദാലികൽ മുത്തഖീൻ. മുത്തഖീകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രതിഫലം ഈ സ്വർഗലോകം തന്നെയാണ്. അല്ലദീന തതവഫാഹുമുൽ മലായികത്തു ത്വയ്യിബീൻ, മലായികത്തുകൾ അവരെ ഈ ലോകത്ത് നിന്ന് ഏറ്റെടുക്കുന്നത് തന്നെ വളരെ നല്ല രീതിയിലായിരിക്കും. വിശുദ്ധ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുന്നത് പോലെ നമ്മെ റൂഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഏറ്റെടുക്കുമ്പോൾ ആ റൂഹ് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ വന്നാസിആതി ഗർഖൻ വന്നാശിതാതി നഷ്തൻ, ഈ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വല്ല ചെടികളും മറ്റൊക്കെ പിഴുത് വലിച്ചെടുക്കുന്നത് പോലെ അവരുടെ റൂഹ് എടുക്കുമ്പോൾ വിശ്വാസിയുടെ സ്വർഗാവകാശിയുടെ റൂഹ് അവനെ ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് വെള്ളമൊഴിക്കുന്നത് പോലെ എന്ന് വിശദീകരിക്കപ്പെട്ട ആ രീതിയിൽ വളരെ സൗമ്യമായി അവനെ ഈ ഭൂമിയിൽ നിന്ന് മെല്ലെ അല്ലാഹു ആനയിച്ച് അവനെ കൊണ്ടുപോവുകയാണ്. സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നു. മരണമെന്ന ആ കടമ്പ കഴിയുന്ന നിമിഷം മുതൽ അവൻ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖബർ ജീവിതമാകട്ടെ മറ്റേതു ജീവിതമാകട്ടെ അതിലെല്ലാം ആ രീതിയിൽ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തിൻ്റെ വഴിയൊരുക്കിയിട്ടുണ്ട് വിശ്വാസികൾക്ക്. ആ വിശ്വാസികളുടെ മാർഗം നമ്മൾ പിന്തുടരണം. അത് നമ്മൾ ജീവിതത്തിൻ്റെ ഒരു വ്രതമായി സ്വീകരിക്കണം. കുറച്ച് പ്രയാസം ബുദ്ധിമുട്ടും എന്തു തന്നെ ഉണ്ടായാലും എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം, സ്വർഗമാണ് എൻ്റെ ലക്ഷ്യം എന്ന ഒരു ലക്ഷ്യം നമ്മൾ എന്ത് വില കൊടുത്തും ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ നമ്മൾ തയ്യാറാകണം. അതിനുവേണ്ടി പ്രവർത്തിക്കണം, ബോധപൂർവം അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും പടച്ചോനെ നരകത്തിൻ്റെ വിറകായി മാറേണ്ട ഗതികേട് എനിക്കുണ്ടാകരുതേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ സ്വർഗീയ ലോകത്തേക്ക് കൂട്ടമായി കുടുംബത്തോടൊപ്പം കടന്നു വരാനുള്ള ഒരു മഹാഭാഗ്യം സിദ്ധിക്കുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ, ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വലിയ അനുഗ്രഹം സിദ്ധിച്ചവരാണ് നമ്മൾ. പ്രത്യേകിച്ചും നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കുന്ന നമ്മൾ മറ്റു പല നാടുകളെപ്പറ്റി അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ അനുഗ്രഹമുണ്ട്. ഒരു വലിയ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നവരാണ് നമ്മൾ. അത് വളരെ കാര്യഗൗരവത്തോടു കൂടി തന്നെ നമ്മളതിനെ നോക്കിക്കാണണം. പല ആളുകളും ഉംറക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ ദിവസങ്ങളിലാണ്. അവനവൻ്റെ ടൂറും ഉംറയൊന്നും യഥാർത്ഥത്തിൽ ഇത് കഴിഞ്ഞിട്ട് പോകാം എന്ന് തീരുമാനിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ അവനവൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ ശരിക്ക് ആലോചിക്കണം. ഏത് സമയത്തും നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുന. ഞങ്ങളോട് കരുണ കാണിക്കാത്തൊരു ഭരണാധികാരിയെ ഞങ്ങൾക്ക് നീ നൽകരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് പലരെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോൾ അവരൊക്കെ റമദാൻ കഴിഞ്ഞ ഉടനെ ഉംറക്ക് നിയ്യത്തും വെച്ച് ഉംറക്ക് പോകാനിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വോട്ടെടുപ്പിന് ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല, അന്ന് വരാൻ കഴിയില്ല. അങ്ങനെയാണ്. ഒരിക്കലും നമ്മളെ പറ്റിയുള്ള ഒരു ബോധ്യമല്ല എന്നർത്ഥം. നമുക്ക് നമ്മളെപ്പറ്റി യാതൊരു ബോധ്യവും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അങ്ങനത്തെ നീട്ടി എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഉംറ എന്ന ഒരു രീതിയിലേക്ക് നമ്മൾ വരണം. ടൂറുകൾ ആ രീതിയിൽ നമ്മൾ ഫിക്സ് ചെയ്യണം. കാരണം ഒഴിവുകാലാണ്, സ്കൂളും കുട്ടികളൊക്കെ പൂട്ടി നമ്മൾ ഒരു ടൂറ് ഫിക്സ് ചെയ്താണ്. അതിപ്പോൾ ഇനി എലക്ഷൻ നോക്കിക്കൊണ്ട് ഇരിക്കാൻ പറ്റൂല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇരിക്കുന്ന കൊമ്പ്
നമ്മൾ മുറിക്കുകയാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അത്തരം ഒരു അവസ്ഥ ശരിയായ രീതിയിൽ ആലോചിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ പല ആളുകളും അങ്ങനെയാണ് എന്ന് പറയുകയും അതുമായി ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഇപ്പോൾ പല സ്ഥലത്തും അന്വേഷിച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ്. ടൂർ പാക്കേജും ഉംറ പാക്കേജും വളരെ സജീവമാകുകയാണ് ഈ 10-ാം തീയതിക്ക് ശേഷം ഒന്നാകെ, അല്ലെങ്കിൽ 15-ാം തീയതിക്ക് ശേഷം. ശരിയല്ല, അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇത് വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ്, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മളെ പറ്റി വിലയിരുത്തുക, ചോദിക്കുക. ഏതായാലും ഈ പരിശുദ്ധ റമദാനിൻ്റെ അവസാന സന്ദർഭമാണ്. അള്ളാഹുവോട് മനമൊരുക്കി പ്രാർത്ഥിക്കേണ്ട സന്ദർഭമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളെപ്പറ്റി അള്ളാഹുവോട് പറയേണ്ടതുണ്ട്. നമ്മൾ അള്ളാഹു അല്ലാതെ മറ്റാരും നമുക്ക് തുണയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് പ്രാർത്ഥനകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ്റെ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ ലോകമായ സ്വർഗത്തിലേക്ക് നാഥ ഞങ്ങളെല്ലാം നീ കൂട്ടം കൂട്ടമായി ആ ലോകത്തേക്ക് എത്തിച്ചു തരേണമേ.